ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഷെയർ മാർക്കറ്റ് ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എങ്ങനെ ഷെയർ മാർക്കറ്റിൽ ലാഭം ഉണ്ടാവും അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അതിൽ കാണിച്ചത്. ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നഷ്ടം ഉണ്ടാവും അതിനെറ്റുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇവിടെ തോമസും അനിലും ഒരു ഉദാഹരണമാണ്. ഒരു ഷോപ്പ് തുടങ്ങി, ABC ടെക്സ്റ്റൈൽസ്. രണ്ടുപേരും 10,000 വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം അവർ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ 20,000 ആണ്. തോമസ് 50%ഉം അനിൽ 50%ഉമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു ബിസിനസ്സിന് നഷ്ടം സംഭവിച്ചു. ഏകദേശം 10% ആണ് നഷ്ടം വന്നത്. 10% എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 20,000 ആണ്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 2,000 റുപ്പീസ് നഷ്ടം വന്നു. ഈ ഒരു അവസരത്തിൽ ഇതിൽ ഒരാൾ, ഒരു എക്സാമ്പിളാണ്, ഒരാൾ അനിൽ ഇതിൻ്റെ അകത്തുനിന്ന് വിട്ടു പോകാൻ തീരുമാനിച്ചു. 10,000 റുപ്പീസിന്റെ ഷെയർ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 50% ഷെയർ മറ്റൊരാൾക്ക് വിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ ഇവിടെ 10,000 റുപ്പീസിന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ അതാണ് ആ കമ്പനിയുടെ ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ. തുടങ്ങുമ്പോൾ എത്ര ഷെയർ ആണ് ഉണ്ടായിട്ടുള്ളത്? 2 ഷെയർ ആണുള്ളത്. അപ്പോൾ ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ 10,000, മറ്റേ ഷെയറിന്റെ ഫേസ് വാല്യൂ 10,000. അനിൽ വിൽക്കാൻ തീരുമാനിച്ച ആൾ സച്ചിൻ. അദ്ദേഹം അത് വാങ്ങാൻ തീരുമാനിച്ചു. നഷ്ടം സംഭവിച്ചുകൊണ്ട് സച്ചിൻ അറിയാം ഈ ഒരു സ്ഥാപനം നഷ്ടത്തിലാണ്. അതുകൊണ്ട് സച്ചിൻ പറയുന്നു, ഞാൻ 9,000 റുപ്പീസിന് ആ ഷെയർ വാങ്ങാന്ന് പറഞ്ഞു. അനിൽ 9,000 റുപ്പീസിന് ഷെയർ വിറ്റു. ഇപ്പൊ ഇവിടെ സച്ചിൻ 9,000 റുപ്പീസിന് 50% ഷെയർ വാങ്ങിയിട്ടുണ്ട്. തോമസ് ഒരു വർഷം മുമ്പ് 10,000 റുപ്പീസിനാണ് 50% ഷെയർ വാങ്ങിയത്. സച്ചിൻ വാങ്ങിയത് 9,000 റുപ്പീസ്. പക്ഷെ 50% ഓഹരി ഷെയർ ABC ടെക്സ്റ്റൈലിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫേസ് വാല്യൂ 10,000 തന്നെയാണ്. അത് ഡിസ്കൗണ്ടിൽ സച്ചിന് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അനിൽ 10,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തു. ലോസ് 2,000 റുപ്പീസ് ഒരു വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടുപേർക്കും കൂടിയിട്ടുള്ള ലോസാണ്. എന്ന് വെച്ചാൽ ഒരു ഷെയറിന് 1000 രൂപയുടെ ലോസ് ഉണ്ടായി. അപ്പൊ അനിലിന് വരുന്ന ലോസ് എത്രയാന്ന് വെച്ചാൽ, അനിൽ 10,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തു, 1,000 റുപ്പീസിന്റെ ലോസ് വന്നു. ആ ഷെയർ വിറ്റപ്പോൾ വീണ്ടും ഒരു 1,000 റുപ്പീസിന്റെ ലോസ് വന്നു. അപ്പൊ ടോട്ടലി 2,000 റുപ്പീസിന്റെ ലോസ് വന്നു. ഇപ്പം അനിലിന്റെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന എമൗണ്ട് 8,000 റുപ്പീസാണ്. ഇതാണ് ഷെയർ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. നഷ്ടം വരുമ്പോൾ 2 രീതിയിൽ നഷ്ടം വരാം. ഒന്ന് കമ്പനിയുടെ പെർഫോമൻസിൽ വരുന്ന നഷ്ടവും, മറ്റത് ഷെയർ വാല്യൂവിൽ ഉണ്ടാവുന്ന ഡിപ്രിസിയേഷൻ, അതാണ് അടുത്ത നഷ്ടം. ഇതാണ് ലോസ് ഉണ്ടാവുന്ന, ഷെയർ മാർക്കറ്റിൽ ലോസ് സംഭവിക്കുമ്പോൾ 2 രീതിയിലുള്ള ലോസ് സംഭവിക്കാനുള്ള സാധ്യതയാണ്. ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.